എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വരാനിരിക്കുന്ന ആഴ്ചയിൽ നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള ഗതിയും പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ കൂടാതെ ഹ്രസ്വകാലത്തേക്ക് ലാഭമെടുക്കാനായി ഇപ്പോൾ മികച്ച മൂല്യത്തിലുള്ള കുറച്ച് സ്റ്റോക്കുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നിഫ്റ്റിയിൽ അടുത്തയാഴ്ച എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്ന് നോക്കാം. കഴിഞ്ഞ വാരത്തിൽ 4 ദിവസമാണ് വിപണി പ്രവർത്തിച്ചിരുന്നത്. ഗുരുനാനാക്ക് ജയന്തി പ്രമാണിച്ച് വെള്ളിയാഴ്ച വിപണിക്ക് അവധിയായിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണി ഇപ്പോൾ ഒരു തിരുത്തൽ ഘട്ടത്തിലേക്ക് കടന്നതായി നിരവധി വിശകലന വിദഗ്ധർ സൂചിപ്പിക്കുന്നു. വ്യാഴാഴ്ച നിഫ്റ്റി 23,532.7 പോയിന്റിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി അതിന്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് അല്പം താഴെയായി ചെറിയ തോതിൽ സപ്പോർട്ട് എടുക്കുന്നതായാണ് കണ്ടത്. ഇത് ഒരു റിവേഴ്സൽ സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം. വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ നിരന്തരമായ വിറ്റഴിക്കലിനും ദുർബലമായ ആഗോള പ്രതിസന്ധികൾക്കുമിടയിൽ പ്രത്യേകിച്ച് ട്രംപ് ഫാക്ടർ ഇന്ത്യൻ ഓഹരി വിപണി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തകർച്ച നേരിട്ടു. നിഫ്റ്റി 50 സൂചിക 10.44% ഇടിഞ്ഞു. സെൻസെക്സ് കഴിഞ്ഞ 1.5 മാസത്തിനിടെ എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ നിന്ന് 9.76% ഇടിഞ്ഞു. കോവിഡ് തകർച്ചയ്ക്ക് ശേഷമുള്ള ഏറ്റവും കുത്തനെയുള്ള ഇടിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിലെ 2ാം പാദ ഫലങ്ങൾ ദുർബലമായതും വിദേശ ഫണ്ടുകളുടെ സുസ്ഥിരമായ ഒഴുക്ക് ഒരു വശത്തും മറുവശത്ത് ആഭ്യന്തര CPI ഇൻഫ്ലേഷൻ 14 മാസത്തെ ഉയർന്ന നിരക്കായ 6.2%-ലെത്തിയതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യ തകർച്ചയും സൂചിപ്പിക്കുന്നത് ചാഞ്ചാട്ടം ഹ്രസ്വകാലത്തേക്ക് തുടരുമെന്നാണ്. ന്യായമായ വരുമാന വളർച്ചയില്ലാതെ വിപണിയുടെ പ്രീമിയം മൂല്യനിർണ്ണയത്തിന്റെ തുടർച്ച നിലനിൽക്കില്ല എന്നതിനാൽ നിക്ഷേപകർ അപകട സാധ്യതയുള്ള അസറ്റുകളിൽ നിന്ന് തങ്ങളുടെ സമ്പാദ്യം പിൻവലിക്കാൻ തിരക്കു കൂട്ടുന്നതും വിപണിയുടെ ഇടിവിന് ആക്കം കൂട്ടുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയുടെ സാമ്പത്തിക ഫലങ്ങൾ മോശമായത് നിഫ്റ്റിയുടെ EPS എസ്റ്റിമേറ്റുകളിലും കുറവ് വരുത്തുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ നിഫ്റ്റി EPS എസ്റ്റിമേറ്റിൽ 2% മുതൽ 3% വരെ കുറവ് വരും എന്നാണ് ചില അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സർക്കാർ ചിലവുകൾ വെട്ടിക്കുറയ്ക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതും മികച്ച മൺസൂൺ ലഭിച്ചതിനെ തുടർന്ന് ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് വർദ്ധിക്കുന്നതും കാരണം സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ സ്ഥിതി മെച്ചപ്പെടുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഹ്രസ്വകാലത്തേക്ക് ഈ സ്ഥിതി തുടർന്നേക്കാമെങ്കിലും ഇപ്പോൾ വളരെ താഴ്ന്നു വന്നിരിക്കുന്ന ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ചില മികച്ച സ്റ്റോക്കുകളിൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും അറിയിക്കുന്നത്. മുന്നോട്ടു പോകുമ്പോൾ ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള സംഭവ വികാസങ്ങളും തുടർന്ന് കൈക്കൊള്ളുന്ന നടപടികളും എമർജിംഗ് മാർക്കറ്റ്സ് അഥവാ ഉയർന്നു വരുന്ന വിപണികളിലേക്കുള്ള അതിന്റെ പ്രത്യാഘാതങ്ങളുമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ട്രംപ് കൈക്കൊള്ളുന്ന നയനിർദ്ദേശങ്ങൾ US പണപ്പെരുപ്പം ഉയരാൻ സാധ്യതയുണ്ടെന്നും ഇത് ഭാവിയിലെ ഫെഡറൽ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികളെ ബാധിച്ചേക്കാമെന്നും ഒരു കൂട്ടർ കരുതുന്നു. ഇനി നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. ഹ്രസ്വകാലത്തേക്കുള്ള നിഫ്റ്റിയുടെ ആദ്യ സപ്പോർട്ട് 23,453-ഉം രണ്ടാമത്തെ സപ്പോർട്ട് 23,373-ലും മൂന്നാമത്തെ സപ്പോർട്ട് 23,261-ലുമാണ് ഇപ്പോൾ കാണുന്നത്. റെസിസ്റ്റൻസ് ലെവലുകളായി ആദ്യം 23,644-ഉം രണ്ടാമതായി 23,756-ഉം മൂന്നാമത്തെ റെസിസ്റ്റൻസ് ലെവലായി 23,836-ഉമാണ് ഉള്ളത്. കാര്യങ്ങൾ എന്തു തന്നെ ആയാലും മികച്ച പല ഓഹരികളും കുറഞ്ഞ വിലയ്ക്കിപ്പോൾ കുറച്ചായി വാങ്ങിവെക്കാമെന്നാണ് ഞങ്ങളുടെ നിലപാട്. കൈവശമുള്ള ഫണ്ടുകളിൽ ഭൂരിഭാഗവും നിക്ഷേപിച്ചു കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കുറച്ച് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇവ ഓരോ ഇടിവിലും മികച്ച ഓഹരികളിൽ നിക്ഷേപിക്കാമെന്ന് കരുതുന്നു. ഹ്രസ്വകാലത്തേക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഓഹരികളിൽ കഴിഞ്ഞ വാരത്തിൽ ലാഭമെടുത്തത് ഹേവൽസ് ഇന്ത്യയും ഗുജറാത്ത് ഗ്യാസും മാത്രമാണ്. കഴിഞ്ഞ നവംബർ 7-ന് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരുന്ന ഹേവൽസ് 2 തവണയായാണ് വാങ്ങിയത്. 1,618 രൂപ ആവറേജ് ബൈ പ്രൈസ് ഉള്ള ഈ സ്റ്റോക്ക് നവംബർ 7-ന് തന്നെ 1,685 രൂപയിൽ വിറ്റുമാറിയിരുന്നു. വെറും 3 ദിവസം കൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നിന്ന് 4.5% പ്രോഫിറ്റാണ് ലഭിച്ചത്.
രണ്ടാമത്തെ സ്റ്റോക്കായ ഗുജറാത്ത് ഗ്യാസും നവംബർ 7 തന്നെ 550 രൂപയിൽ വിറ്റൊഴിയാനായി. നവംബർ 5 520 രൂപയിൽ വാങ്ങിയിരുന്ന ഈ സ്റ്റോക്കിൽ നിന്ന് 2 ദിവസം കൊണ്ട് 6% പ്രോഫിറ്റാണ് ലഭിച്ചത്. ആ വീഡിയോയിൽ കാണിച്ചിരുന്ന മറ്റ് ഓഹരികളായ ടൈറ്റാൻ, സാംവർദ്ധന മദേഴ്സൺ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ രണ്ടാമത്തെ ബൈ ലെവലുകളിൽ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. മുൻപ് കാണിച്ചിരുന്ന സ്റ്റോക്കുകളിൽ ലാഭത്തിൽ എത്തുന്നവ പ്രോഫിറ്റ് എടുക്കുമ്പോൾ തീർച്ചയായും ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വിപണി എത്ര ഇടിഞ്ഞാലും കയ്യിൽ വച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഞങ്ങൾ നഷ്ടത്തിൽ കൊടുക്കാറില്ല. ഇനി ഈ ആഴ്ചയിൽ പുതുതായി എൻട്രി എടുത്തിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് IEX ആണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 244 രൂപ 40 പൈസയിൽ നിന്നും ഏകദേശം 34% താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 162 രൂപയിൽ എൻട്രി എടുത്തിരിക്കുന്ന ഈ സ്റ്റോക്ക് വീണ്ടും താഴുകയാണെങ്കിൽ 145, 150 രൂപ റേഞ്ചിൽ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് കാനറ ബാങ്ക് ആണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 128 രൂപ 90 പൈസയിൽ നിന്നും ഏകദേശം 25% താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 98 രൂപയ്ക്ക് വാങ്ങിയ ഈ സ്റ്റോക്ക് വീണ്ടും ഇടിയുകയാണെങ്കിൽ 90-92 രൂപയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. മൂന്നാമത്തെ സ്റ്റോക്ക് KPIT ടെക്നോളജീസ് ആണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 1929 രൂപയിൽ നിന്നും ഏകദേശം 30% താഴെയാണ് ഇപ്പോൾ ഉള്ളത്. 1345 രൂപയിൽ ആദ്യ എൻട്രി എടുത്തിരിക്കുന്ന ഈ സ്റ്റോക്ക് വീണ്ടും ഇടിയുകയാണെങ്കിൽ 1250, 1280 രൂപ റേഞ്ചിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. നാലാമത്തെ സ്റ്റോക്ക് AIA എഞ്ചിനീയറിംഗ് ആണ്. ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ മോശം സാമ്പത്തിക ഫലങ്ങളെ തുടർന്ന് ഈ സ്റ്റോക്ക് അതിൻ്റെ എക്കാലത്തെയും ഉയർന്ന വിലയായ 4950 രൂപയിൽ നിന്ന് ഏകദേശം 31% താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 3450 രൂപയിൽ എൻട്രി എടുത്തിരിക്കുന്ന ഈ സ്റ്റോക്ക് വീണ്ടും താഴുകയാണെങ്കിൽ 3200, 3250 റേഞ്ചിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഈ 4 സ്റ്റോക്കുകളാണ് കഴിഞ്ഞയാഴ്ചയിൽ ഹ്രസ്വകാലത്തേക്കായി വാങ്ങിയിരിക്കുന്നത്. അഥവാ വിപണിയിൽ ഇടിവ് തുടരുകയാണെങ്കിൽ ദീർഘകാലത്തേക്കും സൂക്ഷിച്ചു വയ്ക്കാവുന്ന മികച്ച ഓഹരികളാണ് ഇവയെല്ലാം. ഓഹരി വിപണിയിൽ അധികം പരിചയമില്ലാത്ത പുതിയ നിക്ഷേപകരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നിക്ഷേപിക്കാനുള്ള തുക ഒരുമിച്ച് നിക്ഷേപിക്കാതെ ഓരോ ഇടിവിലും ഘട്ടം ഘട്ടമായി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നഷ്ടം കുറയ്ക്കാനുള്ള മികച്ച വഴി. അതുപോലെ തന്നെ ഒരുപാട് പരിഭ്രാന്തിയും ഭയവുമുള്ളവർ തൽക്കാലം ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉത്തമം. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഇതുവരെ പിന്തുണ തന്ന എല്ലാവർക്കും സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.